ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ജുബീസ് ഫുഡ് ലാബ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു മെഴുക്കുവരട്ടീൻ്റെ റെസിപ്പി ആയിട്ടാണ്. ചെറുപയർ വെച്ചിട്ട് നമുക്കൊരു മെഴുക്കുവരട്ടി ഉണ്ടാക്കിയാലോ? അപ്പം നമുക്ക് കാണാം ഇതെങ്ങനെ റെഡിയാക്കാം എന്ന്. കഞ്ഞീൻ്റെ കൂടെ ഏറ്റവും ബെസ്റ്റ് കോമ്പിനേഷനാണ് ചെറുപയർ മെഴുക്കുവരട്ടി. ഇത് വളരെ ഈസിയുമാണ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി. ചെറുപയർ മെഴുക്കുവരട്ടി ഉണ്ടാക്കാൻ വേണ്ടി ഏറ്റവും മുമ്പ് ഞാനിവിടെ 2 കപ്പ് ചെറുപയർ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. തലേദിവസം രാത്രി തന്നെ ഞാനിതിനെ വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ നമുക്ക് ഒരു പാൻ വെച്ച് അതിലേക്ക് സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ചെറുപയർ ഇട്ട് കൊടുക്കാം. ഞാൻ കുക്കറിലല്ല ഇതിനെ വേവിക്കണത്. കുക്കറിൽ ഇട്ട് കഴിഞ്ഞാൽ ഇത് വല്ലാണ്ട് വെന്ത് ഉടയും. ആ കാരണത്തോണ്ട് ഒരു നോർമൽ പാത്രത്തിൽ തന്നെയാണ് ഇതിനെ വേവിച്ചെടുക്കാൻ പോണത്. പിന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. ചെറുപയർ വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടുള്ള വെള്ളം മാത്രം ഒഴിച്ച് കൊടുത്താൽ മതി. വെള്ളം കൂടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കത് വറ്റിച്ചെടുക്കേണ്ടി വരും. ആ കാരണത്തോണ്ട് ചെറുപയർ വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടുള്ള വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. ഇനിയിപ്പോൾ നമുക്ക് മൂടി വെച്ച് ഇത് വേവിക്കാം. ചെറുപയർ നമ്മൾ ആദ്യമേ കുതിർത്തി വെച്ച കാരണത്തോണ്ട് ഇത് ഒരു 15 മിനിറ്റിൽ തന്നെ നമുക്ക് വെന്ത് കിട്ടും. അപ്പം നമ്മളുടെ ചെറുപയർ ഇവിടെ വെന്തിട്ടുണ്ട്. ചെറുപയർ ഒന്നും ഉടയാണ്ട് പെർഫെക്റ്റായിട്ട് നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇത് ഗ്യാസിൽ നിന്ന് മാറ്റി വയ്ക്കാം. ഇനിയിപ്പോൾ നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള കൂട്ട് റെഡിയാക്കാം. അതിന് വേണ്ടി ഏറ്റവും മുമ്പ് ഞാൻ പാനിൽ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കാം. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് കട്ടാക്കി വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു സവാളയാണ് ചെറുതാക്കി കട്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നത്. അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 10 വെളുത്തുള്ളി ചെറുതാക്കി കട്ടാക്കി വെച്ചിരിക്കുന്നത് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് ഇത് എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്യാം. സവാള ഒരുവിധം പിങ്ക് കളറായി വരുന്ന വരെ നമുക്ക് ഇത് വഴറ്റി കൊടുക്കാം. സവാളേൻ്റെ കളർ ബ്രൗൺ ആവേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു പിങ്ക് കളർ ആയാൽ മതി. ഇനിയിപ്പോൾ ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പിട്ട് കൊടുക്കുന്ന സമയത്ത് സൂക്ഷിക്കുക. നമ്മൾ ചെറുപയർ വേവിക്കുന്ന സമയത്ത് ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ സമയത്ത് ഉപ്പിടുമ്പോൾ സൂക്ഷിച്ച് വേണം ഇടാൻ വേണ്ടി. അപ്പം നമ്മളുടെ സവാള ഇവിടെ പിങ്ക് കളറായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇത് നല്ല എരിവുള്ള മുളക് പൊടി ആയ കാരണത്തോണ്ടാണ് ഞാൻ 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിലുള്ള മുളക് പൊടിക്ക് അത്ര എരിവ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ 1.5 ടീസ്പൂൺ അല്ലെങ്കിൽ 2 ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം. എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്യാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ വേണം നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി. അല്ലെങ്കിൽ നമ്മൾ ഇട്ട മുളക് പൊടി കരിഞ്ഞു പോവും. മുളക് പൊടിൻ്റെ പച്ചമണം പോണ വരെ നമുക്കിത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. അപ്പം നമ്മളുടെ മുളക് പൊടിൻ്റെ പച്ചമണമൊക്കെ പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഇതിലേക്ക് ചെറുകിയ നാളികേരം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഞാനിവിടെ 1 കപ്പ് നാളികേരമാണ് ചെറുകി എടുത്തിട്ടുണ്ടായിരുന്നത്. നാളികേരം ഇട്ട് കൊടുത്തിട്ട് ഒരു 2 മിനിറ്റ് മാത്രം മീഡിയം ഫ്ലെയിമിൽ ഒന്ന് വഴറ്റി കൊടുത്താൽ മതി. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് 1 തക്കാളി ചെറുതാക്കി കട്ടാക്കി വെച്ചിരിക്കുന്നത് അതും കൂടി ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. ചില സമയത്ത് നമ്മൾ മെഴുക്കുവരട്ടിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാറില്ല. പക്ഷേ ഈ ഒരു മെഴുക്കുവരട്ടി ഉണ്ടാക്കുമ്പോൾ അതിൽ എന്തായാലും തക്കാളി ചേർത്ത് കൊടുക്കണം. തക്കാളിൻ്റെ ആ പുളിരസമൊക്കെയാണ് ഈ മെഴുക്കുവരട്ടീനെ സൂപ്പർ ടേസ്റ്റി ആക്കണത്.
അപ്പോൾ തക്കാളി ഇട്ട് ഒരു 2 മിനിറ്റ് ഞാൻ മീഡിയം ഫ്ലെയിമിൽ വെച്ചതാ. തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചെറുപയർ ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് വേണം ഇതിൽ ഉപ്പ് പെർഫെക്റ്റ് ആണോ എന്ന് നമ്മൾ നോക്കാൻ വേണ്ടി. അപ്പം ഞാനിവിടെ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. ഉപ്പൊക്കെ പെർഫെക്റ്റ് പാകത്തിനുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിനെ ഒരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേവിക്കാം. ചെറുപയർ നമ്മൾ ഓൾറെഡി ആദ്യം വേവിച്ചതാണ്. അപ്പോൾ കുറേ നേരം ഇട്ട് ഇത് വേവിക്കേണ്ട ആവശ്യമില്ല. ഒരു 5 മിനിറ്റ് മാത്രം മീഡിയം ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ചെറുപയർ മെഴുക്കുവരട്ടി റെഡിയാവും. അപ്പോൾ നമ്മളുടെ മെഴുക്കുവരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എത്ര ഈസി അല്ലേ ഈ ഒരു മെഴുക്കുവരട്ടി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി. കഞ്ഞീൻ്റെ കൂടെ, റൊട്ടീൻ്റെ കൂടെ, അല്ലെങ്കിൽ ചപ്പാത്തീൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു സൂപ്പർ ടേസ്റ്റി ചെറുപയർ മെഴുക്കുവരട്ടീൻ്റെ റെസിപ്പിയാണ്. നിങ്ങൾ ഈ റെസിപ്പി ട്രൈ ചെയ്ത് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും എനിക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. കൂടെ തന്നെ എൻ്റെ ചാനൽ ഫസ്റ്റ് ടൈം കാണുന്ന ആൾക്കാരാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ അതിൻ്റെ തൊട്ടപ്പുറത്ത് കാണുന്ന ബെൽ ഐക്കണിൽ ഒന്ന് ഓളിൻ്റെ ഓപ്ഷനും കൂടി പ്രസ് ചെയ്യണം. അപ്പം ഞാൻ വീഡിയോസ് ഇടുമ്പോൾ അപ്പം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. വീഡിയോ ഇഷ്ടമായ നിങ്ങളുടെ ഫാമിലിയിൽ, നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഷെയർ ചെയ്യാൻ മറക്കല്ലേ. നിങ്ങൾക്ക് ഈ ഒരു ചെറുപയർ മെഴുക്കുവരട്ടീൻ്റെ റെസിപ്പി ഇഷ്ടമായ എന്തായാലും വീഡിയോയിൽ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്ന വരെ ബൈ ബൈ.